ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഇസ് ദ ഔട്ട്കം ഓഫ് എന്തിന്? അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് രൂപീകരിച്ചതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ട്രേഡ് യൂണിയൻ മൂവ്മെന്റിലൂടെയാണോ, അല്ലെങ്കിൽ വോളണ്ടറി എഫേർട്ട് ഓഫ് ദ പബ്ലിക്? ഓപ്ഷൻ സി, ഇനിഷ്യേറ്റീവ് ബൈ ദ ഗവൺമെന്റ്. നൺ ഓഫ് ദിസ് എബോവ്. അപ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളെ പറ്റി നമ്മൾ ഫോറിൻ കോർപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ അവിടുത്തെ ഗവൺമെന്റ് മുൻകൈ എടുത്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സഹകരണ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. ലോകത്താണെങ്കിൽ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറയുക, ജനങ്ങൾ സ്വമേധയാ ഇറങ്ങി പുറപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇംഗ്ലണ്ടിലാണ് അതിന്റെ ബെർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുക. എന്നാൽ ചില രാജ്യങ്ങളിൽ അവിടുത്തെ വർക്കേഴ്സ് വരുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ ഗവൺമെന്റ്. ഇപ്പോൾ സ്വീഡനൊക്കെ ആണെങ്കിൽ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഗവൺമെന്റ് മൂവ്മെന്റാണ്. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിവ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനവും അല്ലെങ്കിൽ ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഏത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് ഔട്ട്കം. എന്തിന്റെ ഔട്ട്കം ആണ്? ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ആണോ? ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ ഇതുകൊണ്ടാണോ വന്നിരിക്കുന്നത് അല്ലേ? അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. 2, വോളണ്ടറി എഫേർട്ട് ഓഫ് ദ പബ്ലിക്. അതായത് ജനങ്ങൾ സ്വമേധയാ വോളണ്ടറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ആണോ? നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ അതിന് ആൻസർ വരും. ഒന്ന് ആലോചിക്കുക. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസിയാണ് കേട്ടോ. എന്താണ് ഗവൺമെന്റ്? ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസി ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ ഗവൺമെന്റ് പഠിച്ചിട്ടുണ്ട്. മദ്രാസ് ഗവൺമെന്റ് അല്ലേ, ഫെഡറിക് നിക്കോൾസിനെ യൂറോപ്പിലേക്ക് അയക്കുന്നു. അതെ, ഫൈൻഡ് റെഫ്യൂസ് എന്ന് പറയുന്ന റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്ന കാര്യം പഠിച്ചു. അപ്പോൾ ഓർത്ത് നോക്കുക, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഗവൺമെന്റ് മൂവ്മെന്റ് ആണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് മുൻകൈ എടുത്താണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തൊരു ചോദ്യമാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, നല്ല ചോദ്യമായിരുന്നു. അന്നത്തെ ഏറ്റവും നല്ല ചോദ്യങ്ങളൊന്നായിരുന്നു ഇത്. ഓപ്ഷൻ എ പറയുന്നു 28B, ഓപ്ഷൻ ബി 28A, ഓപ്ഷൻ സി പറയുന്നു 29, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. വേറെ ആൻസർ വരിക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അല്ലെ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28. എന്നാലോചിച്ച് നോക്കിയേ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? സെക്ഷൻ 28B പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിക്കണം, സെക്ഷനിൽ പഠിക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരൊക്കെയുണ്ട്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ കാലാവധി എത്ര നാളാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലേക്ക് അതിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ ക്ലാസ്സസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അത് നമ്മുടെ ക്ലാസ് കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 28B. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ, നബാർഡ്. നല്ല ചോദ്യം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയാം അല്ലേ. നബാർഡ് എന്ത് ടൈപ്പ് ബാങ്ക് ആണെന്നാണ് ചോദ്യം. നബാർഡ് ഈസ് എ അല്ലെ. ക്വസ്റ്റ്യൻ നോക്കിയേ, നബാർഡ് ഈസ് എ. ഓപ്ഷൻ എയിൽ പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി ഡെവലപ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ സി ഷെഡ്യൂൾഡ് ബാങ്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. 4 ഓപ്ഷൻസാണ് നബാർഡ്. ഓക്കെ, നബാർഡ് വന്ന വർഷം. നബാർഡ് വളരെ പ്രധാനപ്പെട്ട നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയാം അല്ലെ. ക്രാഫിക്കാർഡ് കമ്മിറ്റി അല്ലെങ്കിൽ ബി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റാർട്ട് ചെയ്താണ് നബാർഡ് എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നബാർഡ് എന്ത് ബാങ്കാണ്? പേര് തന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കാഫിക്കാട് കമ്മിറ്റി അല്ലെങ്കിൽ ബി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മുടെ നബാർഡ് ഫോം ചെയ്തത്. അതൊരു ഡെവലപ്മെന്റ് ബാങ്ക് ആണെന്ന് ഓർത്ത് നോക്കുക. എന്ത് ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്? നബാർഡ് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ് എന്ന് ഓർത്തുക. നബാർഡ് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക്. ഓർത്ത് നോക്കുക, നബാർഡ് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് ഓർത്ത് നോക്കുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഓക്കെ, അർബൻ ബാങ്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അർബൻ ബാങ്ക് എന്താണ്? കോമൺ മാൻസ് ബാങ്ക്, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ, ബ്രൈറ്റസ്റ്റ് സ്പോട്ട് അല്ലെ. ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ, അതുപോലെ തന്നെ എന്താണ് കോമൺ മാൻസ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന അർബൻ ബാങ്ക്സുകളാണ്. ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എന്നും ചോദിക്കുന്നതാണ്, അർബൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഈസ് ഇൻഡെപ്റ്റഡ് ടു. ഇന്ത്യയിലെ അർബൻ ബാങ്ക് ആരോട് കടപ്പെട്ടിരിക്കുന്നു? അർബൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഈസ് ഇൻഡെപ്റ്റഡ് ടു. ആരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാ പഠിച്ചിട്ടുണ്ട്. മക്ലഹാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനൊക്കെ പറയുന്നുണ്ട്, അർബൻ ബാങ്കിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലേ. ശരിയല്ലേ? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യണമെന്ന് മക്ലഹാൻ കമ്മിറ്റിയുടെ
റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. ഇത് ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. DICGC അണ്ടറിൽ ഇൻഷ്യൂർഡ് ചെയ്തിട്ടുണ്ട് 5 ലക്ഷം വരെയുള്ള അവിടെ നിക്ഷേപങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് എത്ര ടയറിലാണ് വർക്ക് ചെയ്യുക? അർബൻ ബാങ്ക്സ് എത്ര ടയറിലാണ്? ഓപ്ഷൻ എ പറയുന്നത് സിംഗിൾ ടയർ, ഓപ്ഷൻ ബി പറയുന്നത് 2 ടയർ, ഓപ്ഷൻ സി പറയുന്നത് 3 ടയർ, ഓപ്ഷൻ ഡി പറയുന്നത് 4 ടയർ. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് അർബൻ ബാങ്ക്, ജർമ്മനിയിലാണല്ലേ അർബൻ ബാങ്ക്സുകളൊക്കെ ഫോം ചെയ്തത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജർമ്മനിയിലാണ് അർബൻ ബാങ്കുകൾ ഫോം ചെയ്തത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അർബൻ ബാങ്കിൻ്റെ പിതാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പഠിച്ചിട്ടുണ്ട്. ഇൻ ഇന്ത്യ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഇൻഡെപ്റ്റഡ് ടു. ഇന്ത്യയിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പിതാവായിട്ട് നമുക്ക് മക്കളെ തന്നെ ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ലോകത്താണ് നമുക്ക് ഷൂൾസിനെയൊക്കെ ചൂണ്ടിക്കാണിക്കാം. ഷൂൾസ് അല്ലേ, ജർമ്മനിയിലെ വളരെ പ്രധാനപ്പെട്ട കോപ്പറേറ്ററായ ഷൂൾസ് ആണ് ലോകത്തിലെ അതിൻ്റെ പിതാവെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ എത്ര ടയറാണ്? എത്ര ടയറാണ്? സിംഗിൾ ടയർ ആണ് കേട്ടോ. ഇന്ത്യയിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടയർ ആണ്. ഓർത്ത് വെക്കുക, സിംഗിൾ ടയർ ആണെന്ന് ഓർത്ത് വെക്കുക. ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് ഇൻ കേരളത്തിൽ സിംഗിൾ ടയർ ആണെന്ന് ഓർത്ത് വെക്കുക. സ്ട്രക്ചർ ഓഫ് അർബൻ ബാങ്ക്സ് ഇൻ കേരള എന്ന് പറയുന്നത് എത്ര ടയറാണ്? സിംഗിൾ ടയർ, ഒറ്റ ടയറേ ഉള്ളൂ. ഓക്കെ, ഒരു ടയറിലാണ് ഇത് പ്രവർത്തിക്കുക എന്ന് ഓർത്ത് വെക്കുക. നേരത്തെ 2 ടയറൊക്കെ ആയിരുന്നു. ഓക്കെ, 2017 മുതൽ നിന്നാണ് അതിനെ സിംഗിൾ ടയറിലാക്കി. നേരത്തെ 2 ടയർ ആയിരുന്നു, പിന്നീട് സിംഗിൾ ടയർ ആക്കി. 2017 മുതലാണ് ഇതിനെ സിംഗിൾ ടയർ ആക്കിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ഇൻസ്പെക്ടർ എക്സാം നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സസ് നമുക്ക് വീണ്ടും 5 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.